പോത്തുംകാല് കഴിക്കാന്ന് വെച്ചിട്ടാണ് ഇവിടെ വന്നത്. കൂടെ നല്ല തേങ്ങാച്ചോറ്. ശരത്തേട്ടൻ ഇവിടെ പോത്തുംകാല് കഴിച്ച് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പൊ രാവിലെ 6:30 നമ്മള് നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. ഇന്നലെ അട്ട കടിച്ചുകൊണ്ട് ഞങ്ങള് സൂക്ഷിച്ചാണ് നടക്കുന്നത്. കറുത്തായിട്ട് നല്ലോണം ചടി കിട്ടിയിട്ടുണ്ട്. ഇതിലൂടെ ഇറങ്ങാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ കേറാൻ ഇത്തിരി പാടാ. Oh my God, see this. എന്ത് ഭംഗിയല്ലേ. നമ്മൾ ഇത്തിരി കൂടി നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടുമായിരുന്നു. നമ്മൾ എഴുന്നേക്കാൻ ലേറ്റ് ആയി പോയി ഗൈസ്. എന്താ മോനെ, സ്ഥലം ഇഷ്ടായോ മോനെ? ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ റിസപ്ഷൻ ഏരിയയുടെ ആ ഒരു ഫ്രണ്ട് വ്യൂ. നല്ല രസമായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കോട്ടേജ് കൂടാതെ ഇവിടെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കുറെ റൂംസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഗൈസ്, ഇറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവരുടെ റെസ്റ്റോറൻറ്റിൽ പോവാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഓൾറെഡി പൂരിയും അപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല ഗ്രീൻ പീസ് കറിയുണ്ട്. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്രെഡ് ഉണ്ട്, അതിൻ്റെ കൂടെ ജാമും ബട്ടറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ സ്റ്റൂ ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് കോഫി ഉണ്ടായിരുന്നു, പിന്നെ ഗ്രേപ്പ് ജ്യൂസും. അവിടെ ഉണ്ടായിരുന്ന ഗ്രേപ്പ് ജ്യൂസ് ഒരു വെറൈറ്റി ആയിരുന്നു. അതിൽ കാടമം ഒക്കെ പൊടിച്ചിട്ടൊരു ഡിഫറെന്റ് ടേസ്റ്റ് ആയിരുന്നു. ചാമ്പക്ക കണ്ടിട്ട് ഒരാള് പറിക്കാൻ കയറിയിട്ടുണ്ട്. ഇവിടെ നല്ല ചാമ്പക്ക തന്നെയാണോ? കാണിക്ക്, കൈ കാണിക്ക്. നമ്മള് റൂം വെച്ചിട്ടാണ്. ഇപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി അല്ലേ? നമ്മളങ്ങനെ റിസോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാ നോക്കണം. ഇത് നമ്മള് കണ്ടുപിടിച്ചിട്ടില്ല. അടുത്ത് എവിടെയും പോണെന്നാ വിചാരിച്ച 900 കണ്ടി. അവിടെ എന്താ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, പക്ഷെ എങ്കിലും നമുക്ക് ഇപ്പൊ പോയാൽ നമ്മൾ പെട്ടുപോകും. നല്ല മഴ പെയ്യുന്നുണ്ട്. നോക്കിയിട്ട് പോകുമ്പോ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകും. ഇങ്ങനെ കിതക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത്രയും സ്റ്റെപ്സ് ആണ് നമ്മൾ നടന്നത്. ഇവിടെ ഒരു 10 ദിവസം വന്നിട്ടുണ്ടെങ്കിൽ ഒരു 10 കിലോ കുറയല്ലേ. അയ്യോ, അത്രയും സ്റ്റെപ്സ് ഇറങ്ങാനും കയറാനുണ്ട്. ഒടുക്കത്തെ മഴയാട്ടോ. നമ്മള് കറങ്ങാനുള്ള പ്ലാനൊന്നും നടക്കില്ല അല്ലേ? ഭയങ്കര മഴയാ. ഈ സ്ഥലത്തിന്റെ പേരെന്നാ ചേർത്താട്ടാ? റിപ്പൺ. ഇവിടെ ഫുള്ള് റിപ്പൺ ടീ എസ്റ്റേറ്റ് ആണ്. മൊത്തം എസ്റ്റേറ്റ്. നല്ല രസമാണത്. മഴയില്ലാത്തതാണെങ്കിൽ നല്ല രസമായിരുന്നു ഫോട്ടോസ് ഒക്കെ എടുക്കാനും. ഫുള്ള് ഗ്രീൻ ആണ്.
പക്ഷെ നമ്മളെ മഴ നമ്മളെ ചതിച്ചല്ലേ. ഗൈസ്, അപ്പോൾ ഇപ്പം നമ്മളുള്ളത് വയനാട്ടിലെ പേച്ചോ കഫേയുടെ ഫ്രണ്ടിലാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ നല്ല വയനാടൻ പോത്തുംകാലും ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി ട്രൈ ചെയ്ത് നോക്കാം. Come on, let's go. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് നല്ല വയനാടൻ പോത്തുംകാല്, പിന്നെ അതിൻ്റെ കൂടെ നല്ല തേങ്ങാച്ചോറും ഗീ റൈസും പിന്നെ ഒരു പൊറോട്ടയും. അപ്പോൾ നമുക്ക് ഇപ്പോൾ വരും, ട്രൈ ചെയ്തിട്ട് നോക്കാം. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും. കാരണം അത്യാവശ്യം നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ലൊരു കഫേയാണ്. ഫുഡിൻ്റെ കാര്യം അറിയില്ല, ഇനി വന്നാലേ നമുക്ക് മനസ്സിലാവും. നമ്മുടെ വയനാടൻ പോത്തുംകാല് ഇവിടെ വന്നിട്ടുണ്ട്. കൂടെ നല്ല തേങ്ങാച്ചോറ്, പിന്നെ ഗീ റൈസ്, പൊറോട്ട. ഈ ഒരു പോത്തുംകാല് നമ്മുടെ ടേബിളിൽ കൊണ്ടുവച്ചപ്പോഴേ ഭയങ്കര ഒരു ടെംപ്റ്റിംഗ് ആയിട്ടുള്ള സ്മെല്ലായിരുന്നു. എനിക്ക് എന്താ പറയുക, വീഡിയോ എടുക്കണോ അത് കഴിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. അപ്പോൾ അതാ ഞാനിങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കുകയാണ്. നമ്മൾ പോത്തുംകാല് ഓൾറെഡി ചെറുതായിട്ട് എന്തെല്ലാം മുറിച്ച് തന്നിട്ടുണ്ട്. അപ്പം ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് ഹാർഡാണെന്ന് തോന്നുന്നു, കുറച്ച് ഹാർഡാണ്. നെയ്ച്ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷെ കുറച്ച് ഹാർഡായിട്ട് തോന്നുന്നു. ടേസ്റ്റ് അടിപൊളിയാണ്, പക്ഷെ മീറ്റ് കുറച്ച് ഹാർഡായിട്ടാണ് തോന്നുന്നു. എങ്ങനെയുണ്ട് ചെറുത്തേട്ടാ? മസാല അടിപൊളിയല്ല, പക്ഷേ അതിൽ കുറച്ച് ഒന്നുകൂടെ വേവാനുണ്ടെന്ന് തോന്നുന്നല്ല. പക്ഷെ എനിക്ക് കുറച്ച് ആ പീസിന്റെ പ്രശ്നമാണോ, ഹാർഡായിട്ടുള്ള പീസ് കിട്ടിയോണ്ടാണോ എന്നറിയില്ല, കുറച്ച് ഹാർഡ് പോലെ തോന്നിയിട്ടുണ്ട്. ചെറുത്തായിട്ടന്നെ ഇവിടെ പോത്തുംകാല വെച്ച് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഗ്രേവിയിൽ നമുക്ക് ഈ പൊറോട്ട ഇട്ടിട്ട് കഴിച്ചു നോക്കാം. ഗ്രേവി രക്ഷയില്ല, പൊള്ളി ടേസ്റ്റാണ്. തേങ്ങാച്ചോറ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിൽ കുറച്ച് ഗ്രേവിയും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. വയനാടൻ പോത്തുംകാല് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ എന്താ പറയുക, ഫ്ലഷെല്ലാം എടുത്ത് ഇനി ഈ സാധനത്തിൽ എന്താ മജ്ജ എടുക്കണം അല്ലേ ചെറുതാട്ടാ? ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മജ്ജ കിട്ടും. അതിങ്ങനെ നമ്മൾ കുത്തിയെടുക്കണം. നമ്മൾ അവസാനത്തേക്ക് വെച്ചിട്ടുള്ള ഒരു പണിയാണ്. ചെറുതായിട്ടൻ അംഗത്തിനായിട്ട് കയറിയിട്ടുണ്ട്.
ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദിസ് പോത്തുങ്കൽ. കണ്ടോ? ആഹാ, വേണ്ട, ഇതാണ് സാധനം. ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ട് പോത്തുംകാലിലെ മജ്ജയൊക്കെ പുറത്തെടുത്ത് കഴിച്ചു. ഇപ്പോൾ ഇതാ ഞങ്ങൾ ഇറങ്ങാൻ നേരം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഒരു ലോങ് ക്യൂ തന്നെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് എല്ലാവരുടെയും ഉദ്ദേശം ഈ പോത്തുംകാലും കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നമ്മൾ പോത്തുംകാലൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ പോവാണ്. കാരണം ഇന്നിപ്പം വയനാട്ടിൽ നമുക്ക് കറങ്ങാൻ നിന്നാൽ മഴയത്താവും. കാരണം ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ കുറച്ച് നിന്നിട്ടുണ്ട്, എന്നാലും ഇനിയും നല്ലൊരു മഴയ്ക്ക് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ചെറുത്തേട്ടാ പോത്തുംകാലം എങ്ങനെ ഉണ്ടായിരുന്നു? പോത്തുംകാൽ നല്ലതായിരുന്നു. ഒരുപാട് പേര് പോത്തുംകാൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാരും കഴിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ പൈസക്ക് അത് വർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ പീസിന്റെ പ്രശ്നമാണോന്ന് അറിയില്ല. കുറച്ച് ഹാർഡായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല മസാലയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഗ്രേവി ഒരു രക്ഷയില്ല. നല്ല അടിപൊളി ഗ്രേവി ആയിരുന്നു. നമ്മള് ആ ഗീ റൈസിന്റെ കൂടെ ആയിക്കോട്ടെ, പിന്നെ തേങ്ങാച്ചോറ്, പൊറോട്ടയുടെ കൂടെയൊക്കെ നന്നായിട്ട് പോകുന്ന ഒരു ഗ്രേവി ആയിരുന്നു. നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു ആ സംഭവത്തിന്. പിന്നെ തേങ്ങാച്ചോറ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. ചെറുത്തേട്ടൻ കഴിച്ചിട്ടുണ്ട് അതിനു മുമ്പ്? അപ്പൊ നമ്മൾ തേങ്ങാച്ചോറൊക്കെ ഒരു വെറൈറ്റി സംഭവം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ വയനാടിനോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഇതെവിടെയൊക്കെ ഫുള്ള് ആൾക്കാരെ കാണാം കേട്ടോ, നിരന്ന് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഗൈസ്, നമ്മളിവിടെ വയനാട് ചുരം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒടുക്കത്തെ ട്രാഫിക്കാണ്. അതുകൊണ്ടല്ല ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നത് വരെ ബൈ.